നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജലജീവൻ ചതിച്ചു. വെട്ടം പഞ്ചായത്തിന് നഷ്ടമായത് 80 ലക്ഷം. ജനപ്രതിനിധികൾ തിരൂർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. തിരൂരിൽ അജ്ഞാതൻ ട്രെയിൻ തട്ടി മരിച്ചു. ബുധനാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവം. ട്രെയിൻ യാത്രക്കാർക്ക് ചൈൽഡ് ഹെൽപ്പ് ലൈൻ ബോധവൽക്കരണവും സിഗ്നേച്ചർ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. പുതുവർഷ സമ്മാനമായി താന്നൂർ തെയ്യാല റെയിൽവേ മേൽപ്പാലം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്ന് മന്ത്രി വി അദ്വൈത്. കഥാകൃത്തുമായി നാടക സംഘത്തിലെ വിദ്യാർത്ഥികൾ സംവദിച്ചു. വിശദമായ വാർത്തകൾ. ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം റോഡ് വെട്ടിപ്പൊളിച്ചത് സമയപരിധി കഴിഞ്ഞിട്ടും പൂർണ്ണരൂപത്തിലാകാത്തതിൽ പ്രതിഷേധിച്ച് വെട്ടം പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരിയുടെ നേതൃത്വത്തിൽ തിരൂർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. മലപ്പുറം ജലജീവൻ മിഷൻ തിരൂർ വാട്ടർ അതോറിറ്റിക്ക് യഥാസമയം പ്രോജക്റ്റ് നൽകാത്തതിനാൽ കുടിവെള്ള പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്കായി വെട്ടം പഞ്ചായത്തിലെ 20ഓളം റോഡുകളാണ് വെട്ടിപ്പൊളിച്ചത്. വെട്ടിപ്പൊളിച്ച റോഡ് അശാസ്ത്രീയമായ രീതിയിൽ മൂടിയതും പൈപ്പിടാനായി എടുത്ത കുഴിയിലെ മണ്ണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് നീക്കിയതും വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡ് പൂർണ്ണ രൂപത്തിലാക്കണമെന്ന അധികൃതരുടെ ഉറപ്പ് 2 മാസമായി നടപ്പിലാക്കാത്തതോടെയാണ് വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരിയുടെ നേതൃത്വത്തിൽ തിരൂർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത്. മണ്ണ് ഇവിടുന്ന് എടുത്തിട്ട് സ്വകാര്യ വ്യക്തികൾ കൊണ്ടിട്ട് അനവധി കഴിഞ്ഞ വർഷം മുതൽ മീറ്റിംഗ് കൂടിയാണ്. ഒരു പ്രോഗ്രസ് അവർ കഴിഞ്ഞ പ്രാവശ്യം 2 മാസം മുന്നേ അവിടെ വെച്ചിട്ട് മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗ് കൂടിയ സമയത്ത് റീസ്റ്റോറേഷൻ ചെയ്യുന്ന റോഡുകൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു. ആ ദിവസം അവർ വന്ന് 10 റോഡ് നോക്കി. 10 റോഡ് നോക്കിയ വർക്കുകൾ മുഴുവനും റീവർക്ക് ചെയ്യേണ്ട അവസ്ഥയിലാണ് കിടക്കുന്നത്. ബാക്കിയുള്ള റോഡുകൾ കാണിച്ചു തരാന്ന് ഇന്നേ വരെ അവരുണ്ട് വന്നിട്ടില്ല. ഈ കമ്മിറ്റി കൂടിയിട്ടൊന്നും ഇതിനൊന്നും ഒരു തീരുമാനമാവണില്ല. ഒന്നാമത് അവിടുത്തെ റെസ്റ്റോറേഷൻ്റെ വർക്കിന് വേണ്ടി വെച്ച ഫണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഞ്ചായത്ത് റീടാറിന് വെച്ച 80 ലക്ഷം രൂപ നമുക്ക് ലാപ്സായിട്ട് പോയിട്ടുള്ളത്. ഇവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിൽ എത്താത്തതിൻ്റെ പേരിൽ ഇതിൻ്റെ ഭാഗമായിട്ട് വെട്ടം പഞ്ചായത്ത് മുഴുവൻ വാർഡുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരാർ ഒപ്പുവെക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് വർക്കുകൾ തുടങ്ങുകയും ഏകദേശം 2 വർഷമായി പണി തുടങ്ങിയിട്ട് നമ്മുടെ വാർഡിനകത്ത് ഏകദേശം 45 കിലോമീറ്റർ റീസ്റ്റോറേഷൻ വർക്കുകളുണ്ട്. അതായത് കഴിഞ്ഞ ജലജീവൻ വർക്കിൻ്റെ പൈപ്പിടുന്നതിന് വേണ്ടി കുഴിച്ച ഭാഗങ്ങൾ റീസ്റ്റോറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 45 മീറ്റർ എഗ്രിമെന്റ് വെക്കുകയും ഈ 45 മീറ്റർ അവർ റീസ്റ്റോറേഷൻ വെച്ചത് 45 കിലോമീറ്റർ റീസ്റ്റോറേഷൻ ചെയ്തത് ഒട്ടും ശരിയായിട്ടില്ല എന്നുള്ളത് പഞ്ചായത്തിന്റെ വിലയിരുത്തുകയും അത് വീണ്ടും റീവർക്ക് ചെയ്യുന്നതിന് വേണ്ടി അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 20 റോഡുകളോളം ഈ രൂപത്തിൽ റീസ്റ്റോറേഷൻ ചെയ്യാനുണ്ട്. ജലജീവന്റെ ചുമതലയുള്ള അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റോഡുകൾ പരിശോധിക്കാൻ വേണ്ടി വരികയും ആ വന്നത് ആകെ 10 റോഡുകളാണ് അവർ വന്ന് നോക്കിയിട്ടുള്ളത്. ആ നോക്കിയ റോഡുകൾ വീണ്ടും റീവർക്ക് ചെയ്യാനും ഇനി ബാക്കിയുള്ള റോഡുകൾ കാണിച്ചിരുന്ന അത് റീസ്റ്റോറേഷൻ ചെയ്യാനും വേണ്ടി പറഞ്ഞിട്ട് ഇന്നേക്ക് 2 മാസം കഴിഞ്ഞു. ഇതുവരെ അതിന്റെ വർക്കുകളൊന്നും നടന്നിട്ടില്ല. കഴിഞ്ഞ വർഷത്തിലെ വാർഷിക പദ്ധതിയിൽ പഞ്ചായത്തിന്റെ റീടാറിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 80 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് പഞ്ചായത്തിന് നഷ്ടപ്പെട്ടത്.
അപ്പൊ ഇതിനൊക്കെ ഒരു തീരുമാനമാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് ഈ വാട്ടർ അതോറിറ്റി ഓഫീസിൽ നിന്ന് പോവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഇപ്പൊ ഇല്ല ഇല്ല. ആരാണെങ്കിലും ശരി ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്നിട്ട് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ട് ഞങ്ങൾക്ക് അതിനൊരു റിട്ടേൺ ആയിട്ടുള്ളൊരു മറുപടി തന്നാൽ മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോവുകയുള്ളൂ. അധികൃതരുടെ പിടിവാശി മൂലം കഴിഞ്ഞ വർഷത്തെ വാർഷിക പദ്ധതിയിൽ റീടാറിംഗിനായി നീക്കിവെച്ച 80 ലക്ഷം രൂപ ലാപ്സ് ആയതായി പ്രസിഡന്റ് പറഞ്ഞു. 2 മണിക്കൂറോളം ഉപരോധ സമരം നീണ്ടു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഓഫീസിലുണ്ടായിരുന്നില്ല. ചൊവ്വാഴ്ച വെട്ടം പഞ്ചായത്ത് ഓഫീസിലെത്തി ചർച്ച നടത്താമെന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉറപ്പിന്മേലാണ് ഉപരോധം അവസാനിപ്പിച്ചത്. വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ, കളരിക്കൽ മഹർഷ, ഷിജു നായർ വീട്ടിൽ, കെ സൈനുദ്ദീൻ, ഫാറൂഖ് പറവണ്ണ, കളരിക്കൽ റിയാസ് ബാബു, അബ്ദുള്ള, ഉസ്മാൻ തൈവളപ്പിൽ, രഞ്ജുഷ, സിനി ഗണേശ്, എ പി സുനന്ദ, രാധാ സതീശൻ, ജനിത പരിയാപുരത്ത്, ആയിഷ, ആബിദ, റുബീന, ഷംല, ജ്യോതി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ വെട്ടം. തിരൂരിൽ അജ്ഞാതൻ ട്രെയിൻ തട്ടി മരിച്ചു. ബുധനാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവം. തിരൂർ റെയിൽവേ ബ്രിഡ്ജിന്റെ സമീപത്ത് വെച്ച് നിസാമുദ്ദീൻ എക്സ്പ്രസ് തട്ടിയാണ് വയോധികൻ മരണപ്പെട്ടത്. തിരൂരിൽ അജ്ഞാതൻ ട്രെയിൻ തട്ടി മരിച്ചു. മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല. റെയിൽവേ ജീവനക്കാരനാണ് മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് RPFന് വിവരമറിയിക്കുകയായിരുന്നു. തിരിച്ചറിയുന്നവർ തിരൂർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക. 0442422046. തിരൂർ RPFും TDRF വളണ്ടിയർമാരും തിരൂർ പോലീസും റെയിൽവേ ജീവനക്കാരും ചേർന്ന് മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വെട്ട ന്യൂസ് തിരൂർ. വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് മലപ്പുറവും ചൈൽഡ് ഹെൽപ്പ് ലൈനും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ട്രെയിൻ യാത്രക്കാർക്ക് ബോധവൽക്കരണം നൽകി. തിരൂർ RPFന്റെ സഹകരണത്തോടെയാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ബാലവേല, ബാലഭിക്ഷാടനം, തെരുവുബാല്യം, കുട്ടികൾക്കെതിരെയുള്ള ശാരീരിക, മാനസിക, ലൈംഗിക അതിക്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഏത് പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും അവരുടെ അവകാശ സംരക്ഷണത്തിനായി വിളിക്കാൻ വേണ്ടിയുള്ള ചൈൽഡ് ഹെൽപ്പ് ലൈൻ ടോൾ ഫ്രീ നമ്പർ 1098ന്റെ പ്രചരണത്തിന്റെ ഭാഗമായി റെയിൽവേ പരിസര പ്രദേശങ്ങളിൽ സ്റ്റിക്കർ പതിപ്പിച്ചു. തിരൂരിൽ നിന്നും ട്രെയിനിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ പ്രവർത്തകരും NSS വിദ്യാർത്ഥികളും ചേർന്ന് യാത്രക്കാർക്കും കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും തിരികെ ട്രെയിനിലും ബോധവൽക്കരണം നൽകി. പരിപാടിക്ക് ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രൊജക്ട് കോർഡിനേറ്റർ സിഫാരിസ സ്വാഗതം അറിയിച്ചു. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിദ അറ്റാശ്ശേരി അധ്യക്ഷത വഹിച്ചു. പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം മലപ്പുറം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് നിർവഹിച്ചു. തിരൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ സുനിൽകുമാർ പരിപാടിക്ക് ആശംസകൾ നേർന്നു. ചൈൽഡ് ഹെൽപ്പ് ലൈൻ കൗൺസിലർ മുഹ്രിൻ നന്ദി അറിയിച്ചു. ഗിത്മത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തിരുനാവായ NSS യൂണിറ്റ് വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. വെട്ട ന്യൂസ്. ഡിസംബർ 10 നടക്കുന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ VR വിനോദ് അധ്യക്ഷത വഹിച്ചു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. ജില്ലാ കളക്ടർ VR വിനോദ് അധ്യക്ഷത വഹിച്ചു. ADMC മുഹമ്മദ് റഫീഖ്, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ K കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംബന്ധിച്ചു. ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്ങോട് ഡിവിഷനിലേക്കും മഞ്ചേരി നഗരസഭയിലെ 49-ാം വാർഡ് കരുവമ്പ്രം, തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ 22-ാം വാർഡ് മരത്താണി, ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ 18-ാം വാർഡ് പെരുമുക്ക് എന്നിവിടങ്ങളിലേക്കുമാണ് ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നവംബർ 22-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 23-ന് സൂക്ഷ്മ പരിശോധന നടക്കും. 25 വരെ പത്രിക പിൻവലിക്കാം. ഡിസംബർ 11-നാണ് വോട്ടെണ്ണൽ. അതിന്റെ സൂക്ഷ്മ പരിശോധന വെച്ചിരിക്കുന്നത് 23-ാം തീയതി 5 മണിക്കാണ്. കാരണം 23 ഡേറ്റ് ഇലക്ഷൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഡിക്ലെയർ ചെയ്തു, നോട്ടീസ് ചെയ്തു. വെട്ട ന്യൂസ് മലപ്പുറം. പുതുവർഷ സമ്മാനമായി താനൂർ തെയ്യാല റെയിൽവേ മേൽപ്പാലം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ പറഞ്ഞു. താനൂർ റെയിൽവേ മേൽപ്പാലം പണി പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സ്ഥലം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലം വരുന്നതിന് തടസ്സം മുസ്ലിം ലീഗും നഗരസഭ ഭരിക്കുന്ന UDFുമായിരുന്നു. സ്ഥലം ഏറ്റെടുക്കുന്നത് തന്നെ പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ സർക്കാർ തന്നെ നേരിട്ട് ജനങ്ങളുമായി സംസാരിച്ച് സ്ഥലം ഏറ്റെടുക്കുകയായിരുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് പാലത്തിന്റെ പണി തുടങ്ങാൻ കഴിഞ്ഞത്. ഇതുപോലെ കുടിവെള്ളത്തിന്റെ കാര്യത്തിലും താനൂർ കോളേജിന്റെ കാര്യത്തിലും മുസ്ലിം ലീഗ് സമരപാതയിലായിരുന്നു. ഇതിനെന്നാണ് കേക്ക് മുറിക്കുന്നതെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. കോടതി വരെ കയറിയിറങ്ങിയിട്ടാണ് നമ്മുടെ നാട്ടിൽ കോളേജിന്റെ പണി തുടങ്ങാൻ കഴിഞ്ഞത്. കോളേജിന്റെ പണിയും കുടിവെള്ള പദ്ധതി
പദ്ധതിയുടെ പണിയും നീണ്ടുപോകാൻ പ്രധാന കാരണം മുസ്ലിം ലീഗ് തന്നെയാണ്. ലീഗ് നേതാക്കൾ സ്വപ്നം കണ്ട പദ്ധതികളാണ് താനൂരിൽ നടക്കുന്നതെന്ന് നേതാക്കൾ പറയുന്നു. എന്നാൽ ഇവിടെ കഴിഞ്ഞ 8 വർഷത്തോളമായി നടക്കുന്ന പദ്ധതികളെല്ലാം കിഫ്ബി പദ്ധതിയിൽ കൂടി നിലവിൽ വന്നതാണ്. UDFന്റെ ഭരണകാലത്ത് അവർക്ക് സ്വപ്നം കാണാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷമാണ് താനൂരിൽ ഈ കണ്ട വികസനമെല്ലാം നടന്നതെന്ന് ജനങ്ങൾക്ക് നല്ല പോലെ അറിയാമെന്ന് മന്ത്രി പറഞ്ഞു. ആ ഫണ്ടാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഫണ്ട് 10 കൊല്ലം മുമ്പൊന്നുമില്ല. നിങ്ങൾ സ്വപ്നം കാണുന്ന കാലത്തും ഈ ഫണ്ടില്ല. അത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ പറയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി പറയണ്ടേ. ജനങ്ങളെ വിഡ്ഢികളാക്കുമ്പോൾ അതും ആലോചിച്ച് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവിടെ ഇന്നലെ ഞാനൊരു വളരെ വ്യത്യസ്തമായൊരു സമരം കണ്ടു. കേക്ക് മുറിക്കുക. സാധാരണ ദുഃഖത്തിലാരും കേക്ക് മുറിക്കാറില്ല. അപ്പോൾ ഈ ഒരു വർക്ക് വൈകിയിലുള്ള സന്തോഷം കൊണ്ടാണ് മുസ്ലിം ലീഗുകാർ കേക്കൊക്കെ മുറിച്ചിട്ട് പറഞ്ഞത്. സാധാരണയിൽ ഇത് വൈകിയിട്ടുണ്ടെങ്കിൽ അതിനല്ലേ പറയണ്ടേ, ഒരു പ്രതിഷേധമൊക്കെ ഉണ്ട്. പക്ഷേ വ്യാപാരികളായാലും മുസ്ലിം ലീഗായാലും ഒക്കെ ഒന്ന് തന്നെ. അപ്പോൾ അവർ കേക്ക് മുറിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായത് ഈ കേക്ക് ഇത് താമസിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്താനാണ് തോന്നുന്നത്. പക്ഷെ എന്തായാലും നമ്മൾ താമസിപ്പിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഡിസംബർ അവസാനത്തോടു കൂടി ബാക്കിയുള്ള വർക്കുകൾ തീരും. ജനുവരിയിൽ നമ്മൾ തുറന്നു കൊടുക്കും. പുതുവർഷത്തിൽ ഇത് തുറന്നു കൊടുക്കാനാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്ത്. അതേപോലെ നടക്കും. ഇനി മറ്റു തടസ്സങ്ങളൊന്നുമില്ല. ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട്. അത് ജനങ്ങളോട് ഒരു ക്ഷമ ചോദിക്കുകയാണ്. കാരണം അത് ഉണ്ടായതാണ്. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. പക്ഷേ ഇതുകൊണ്ട് കുറേ ആളുകൾ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, നമ്മുടെ അടുത്ത് താമസിക്കുന്നവർക്ക്. അപ്പോൾ അത് ഏതൊരു വർക്കിനും ഉണ്ടാവും. എങ്കിലും അത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ നമ്മൾ തന്നെ ക്ഷമ ചോദിക്കണം. നമുക്കതിലൊരു മടിയുമില്ല. ജനങ്ങളെ എന്തും പറഞ്ഞ് പറ്റിക്കാം എന്ന് ലീഗ് നേതാക്കളുടെ വ്യാമോഹം മാത്രമാണ്. ചില സാങ്കേതിക കാരണങ്ങൾ മാത്രമാണ് പാലത്തിന്റെ പണി നീണ്ടുപോയത്. ഇതിൽ ജനങ്ങൾക്ക് വന്ന പ്രയാസത്തിന് മന്ത്രി ജനങ്ങളോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് തന്നെ ജനുവരിയിൽ പാലം തുറന്നുകൊടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മന്ത്രിയോടൊപ്പം എം അനിൽകുമാർ, കെ വിവേകാനന്ദൻ, പി സുന്ദരൻ, കൗൺസിലർമാരായ PT അക്ബർ, പി രുക്മിണി, റൂബി ഫൗസി, ലാമിഹ് റഹ്മാൻ, പി അജയൻ, CP അശോകൻ എന്നിവരുമുണ്ടായിരുന്നു. വെട്ടന്യൂസ് താനൂർ. BP അങ്ങാടി GMUP സ്കൂളിലെ നാടക സംഘത്തിലെ വിദ്യാർത്ഥികൾ തങ്ങൾ തിരൂർ ഉപജില്ലാ കലോത്സവത്തിൽ അവതരിപ്പിച്ച് 1ാം സ്ഥാനം നേടിയ ചൂണ്ട എന്ന നാടകത്തിന് ആധാരമായ തെരഞ്ഞെടുത്ത 2 മത്സ്യങ്ങൾ എന്ന കഥയുടെ രചയിതാവും പ്രമുഖ എഴുത്തുകാരനുമായ അംബികാസുധൻ മാങ്ങാടിനെ നേരിൽ കണ്ട് കഥയ്ക്കാധാരമായ കാര്യങ്ങളെക്കുറിച്ച് സംവദിച്ചു. അതിജീവിതത്തിനായി പ്രകൃതിയിൽ പോരാടുന്ന സൂക്ഷ്മജീവികളുടെ സാഹചര്യങ്ങൾ തന്റെ കഥകൾക്ക് എന്നും പ്രമേയമായിട്ടുണ്ടെന്നും അത്തരത്തിലുള്ള ഒരു കഥയാണ് 2 മത്സ്യങ്ങൾ എന്ന തന്റെ കഥയ്ക്ക് പ്രമേയമായതെന്നും കഥാകൃത്ത് അംബികാസുധൻ പറഞ്ഞു. സംവാദ പരിപാടിയിൽ മലയാള സർവകലാശാല സാംസ്കാരിക പൈതൃക പഠന വകുപ്പ് മേധാവി TV സുനിൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ P സുരേന്ദ്രൻ, നിഖിത, ഷീന, സരിത, മുഹമ്മദ് ഷുഹൈബ്, ഫിറോസ് V, അനിയൻ, ജോസ് സാമുവൽ, വിദ്യാർത്ഥികളായ അനഘ ലക്ഷ്മി, മുഹമ്മദ് മെഹബിൻ, ഫാത്തിമ നെഹ്റിൻ, അദ്വൈത് എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ കലോത്സവത്തിന് തയ്യാറെടുക്കുന്ന സ്കൂൾ നാടക സംഘത്തിലെ വിദ്യാർത്ഥികൾക്ക് കഥാകൃത്ത് എല്ലാ പിന്തുണയും നേർന്നു. കഥയുടെ നാടകാവിഷ്കാര രചന സതീഷ് കൊല്ലവും സംവിധാനം സർഖം മുസ്തഫയും ചേർന്നാണ് നിർവഹിച്ചിരിക്കുന്നത്. വെട്ടന്യൂസ് തിരൂർ. ഇതോടെ ഈ വാർത്ത വളരെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.